വൈകുന്നേരം വെറുതെ പാറമ്മലങ്ങാടി കൂടെ അങ്ങനെ ഇറങ്ങിയപ്പോഴേ പോയ മീൻ വിൽക്കണത് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. നല്ല ബത്തൽ മീൻ ഉണ്ട് കേട്ടോ. വെച്ചാണെങ്കിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് അന്തിക്കാണ് കേട്ടോ പണി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അന്ന് കുറച്ച് ബത്തലൊക്കെ പൊരിച്ച് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ഒരു 100 റുപ്യക്ക് ബത്തലും വാങ്ങിയിട്ട് വണ്ടി എടുത്ത് നേരെ പോന്നിട്ടോ പെരേക്ക്. ഊർക്കടവ് പാലത്തിൻ്റെ താഴത്തുനിന്ന് പിടിച്ച മീനാണോ ഇട്ടതൊക്കെ മൂപ്പര് അങ്ങനെയൊക്കെ ആയിട്ട് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ നേരെ മീനൊക്കെ ആയിട്ട് പെരയിലെത്തിട്ടോ. പെരയിലെത്തിയിട്ട് തന്നെ മീനൊക്കെ ഇതാ ഓറയുന്ന ഒരു കുണ്ടൻ പാത്രത്തിൽ തട്ടിട്ടോ. ഈ മീനിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് കാണടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പൊരിച്ചാൽ ഒരു തുള്ളി ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങളാരെങ്കിലും വാങ്ങേണ്ടോ ഈ മീൻ അവിടെ വെച്ചാട്ട് പിന്നെ നേരെ പോയിട്ടോ മുരിങ്ങാമരത്തിൻ്റെ ചോട്ടിക്ക് ഒരു തോട്ടിയായിട്ട് മീൻ പൊരിച്ചതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുരിങ്ങയും കൂടി ഒലത്താ വിചാരിച്ചിട്ടോ. അങ്ങനെ തോട്ടി കൊണ്ട് കണിഞ്ഞട്ടിയായിട്ട് കുറേ പറിച്ചുണ്ടാക്കിട്ടോ. മുരിങ്ങ നല്ല ഇളം ഇല നോക്കിയിട്ടാട്ടോ ഞാൻ പറിച്ചത്. മറ്റേ കുറേ മൂത്ത ഇല ഉണ്ടാവുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കർക്കിടക മാസത്തിൽ മുരിങ്ങ തിന്നുന്നത് അത്ര നല്ലതല്ല, കട്ടുണ്ടാവും, നല്ലോണം നോക്കണം എന്നൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ മുരിങ്ങ മരത്തുമ്മേ ഇളയ്ക്ക് ഇളയ ഇല നോക്കിയിട്ട് ഞാൻ കുറേ പറിച്ചുണ്ടാക്കിട്ടോ. അങ്ങോട്ട് പിന്നെ ആ മുരിങ്ങൻ്റെ ഇലൊക്കെ അതിൻ്റെ അല്ലിമെന്ന് നല്ലോ ഊരി ഇങ്ങനെ എടുത്തിട്ടോ. നല്ലോണം നോക്കണം കേട്ടോ. ഊരുമ്പോൾ മണ്ണാത്തന്മാരൊക്കെ കുറേ ഉണ്ടായുണ്ട് കേട്ടോ. ഈ ഒരു മഴക്കാലം കൂടി ആയതുകൊണ്ടേ മണ്ണാത്തന്മാർ നല്ലോണം ഉണ്ടാവും കേട്ടോ. പണ്ടുള്ളവർ വെറുതെ പറയുന്നതല്ല കേട്ടോ, കട്ടുണ്ടാവും നല്ലോണം നോക്കണമെന്ന്. ഉമ്മ അങ്ങനെ ഔത്തുനിന്ന് എന്നോട് പറയുന്നുണ്ട് കേട്ടോ, നല്ല നോക്കിയാട്ട് ഒരുക്കോട്ടോന്ന്. മുരിങ്ങൻ്റെ ഇല ഇവിടെ പെരയിൽ നല്ലോണം ഉണ്ട് കേട്ടോ. 4 തലക്കലും മുരിങ്ങാക്കാലം തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ മുരിങ്ങൻ്റെ ഇല വരുമ്പോഴത്തേന് ഉമ്മ ഒരു തേങ്ങ പൊളിച്ചാട്ട് തേങ്ങ എനിക്ക് ചിരണ്ടി തന്നിട്ടോ. തേങ്ങ മുരിങ്ങൻ്റെ ഇലയൊക്കെ ഇട്ടാട്ടോ ഒലത്താൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. നിങ്ങളാടൊക്കെ ചേക്കന്നെല്ലാം ഉണ്ടാക്കൽ, ഇവിടെ ഇങ്ങനെ ഇട്ടുണ്ടാക്കൽ. അങ്ങനെ ഒരു മുറി തേങ്ങയും 3 പച്ചവെള്ളം എടുത്തിട്ടോ. അങ്ങോട്ട് പിന്നെ അത് മിക്സിയിലിട്ട് നല്ല ഒതുക്കി ഇങ്ങോട്ട് എടുത്തിട്ടോ. ഇപ്പം നേരെ നമ്മൾ ഒലത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. അങ്ങനെ നേരെ അടുപ്പത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ബൾക്കമേ തിരിച്ചു കൊടുത്തിട്ടോ. ഇവിടെ ആ അട്ടത്തുനിന്ന് 2 ഓലോടി എടുത്താട്ടോ ഓലോടിമേ നല്ലോണം കത്തിച്ച് പിടിപ്പിച്ചിട്ടോ. ഓലോടിക്കൊക്കെ ഒരു കത്താമടി ഉണ്ട് കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് നല്ലോണം തണുത്ത് നിൽക്കുകയാണ് കേട്ടോ ഓലോടിയും പെറുങ്കൊള്ളിയൊക്കെ. ഏതായിട്ടും കുറച്ച് നേരം കാത്തു നിന്നിട്ട് അടുപ്പ് ഇതാ കുറച്ചൊന്ന് കത്തിപ്പിടിച്ച് വന്നിട്ടോ. അടുപ്പ് കത്തിപ്പിടിച്ച് വന്നാൽ പിന്നെ എത്തും നോക്കാമല്ലോ കേട്ടോ. നേരെ മണ്ണും ചട്ടി ഇങ്ങോട്ട് എടുക്കട്ടോ. മണ്ണും ചട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. മണ്ണും ചട്ടി ഇല്ലാത്തവർ ഇപ്പോൾ സ്റ്റീലോ അൽമണിയൊക്കെ എടുത്തോളിട്ടോ. അതിനൊന്നും തിരക്കടില്ല കേട്ടോ. ഈ ചട്ടി നല്ലോണം ചൂടായി വരണം കേട്ടോ. ചട്ടിയത്തെ വെള്ളമൊക്കെ പറ്റി ചട്ടി നല്ലോണം ചൂടായി ഇങ്ങോട്ട് വന്നപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തിട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ടോ. വെളിച്ചെണ്ണയും കൂടി കുറച്ച് ചൂടായി വന്നപ്പോഴേ ആദ്യം തന്നെ നമ്മളെ തേങ്ങയും പച്ചവെള്ളം ഒതുക്കി വെച്ചതും പിന്നെ അതാ കുറച്ച് മുരിങ്ങൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ. ആദ്യം കുറച്ച് മുരിങ്ങൻ്റെ ഇട്ട് കൊടുക്കുക, പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ മുരിങ്ങൻ്റെ ഇട്ട് കൊടുക്കുക, തേങ്ങ ഇട്ട് കൊടുക്കുക പറഞ്ഞിട്ടോ. നമ്മൾ പുട്ടിടുമ്പോൾ ഉണ്ടാക്കുകയല്ലേ, അച്ചയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അങ്ങോട്ട് നല്ലോണം ഇളക്കി എടുത്തിട്ടോ. കുറച്ച് ഇപ്പം പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കുക തന്നെ കേട്ടോ. പിന്നെ മുരിങ്ങൻ്റെ ഇലയൊക്കെ അതിനാത്രം വേവൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മുരിങ്ങൻ്റെ ഇല വലുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ തിരിച്ചൊന്നും കത്തിച്ചേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇനി കുറേ ആൾക്കാർ ചോദിച്ചിട്ടോ എൻ്റെ അവിടെ ഗ്യാസ് ഇല്ല, എനിക്ക് ഗ്യാസ് മണ്ണിട്ട് ഉണ്ടാക്കിയാൽ പോരെന്നൊക്കെ. ഗ്യാസൊക്കെ ഇവിടെ ഉണ്ട്. ഗ്യാസ് മണ്ണ് ഉണ്ടാക്കണതിൻ്റെ രസം ഉണ്ടാവും കേട്ടോ. അടുപ്പത്ത് തിരിച്ചു കൂട്ടിയാട്ട് ചേക്ക് ഉണ്ടാക്കുമ്പം പിന്നെ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ ഏത് പണിക്കും വലിയ കഷ്ടപ്പാടുണ്ടാവില്ല എന്നാട്ടോ വെച്ച് തോന്നണത്. അങ്ങനെ മുരിങ്ങൻ്റെ ഇല ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ഞാൻ അടുപ്പത്ത് നിന്നിട്ട് ഇളക്കി എടുത്തില്ലേ അടി പിടിച്ചൊന്നും അങ്ങനെ പറയുന്നുണ്ടായിട്ടോ ഔത്തുനിന്ന്. അങ്ങനെ ഇളക്കി നമ്മളെ മുരിങ്ങൻ്റെ ഇലൊക്കെ ഇതാ നല്ലോണം ബന്ധ് കേട്ടോ. തേങ്ങയും മുരിങ്ങൻ്റെ ഇലയൊക്കെ നല്ലോണം മിക്സ് ആയിട്ട് ബന്ധനെ കണ്ടില്ല നിങ്ങൾ. ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ട് തേങ്ങ മാത്രം. ഏതായിട്ടും മുരിങ്ങൻ്റെ ഇലയൊക്കെ നല്ലോണം ബന്ധണെന്ന് വെച്ച് തോന്നിയപ്പോഴേ കൈക്കലാണ്ടം കൂട്ടി പിടിച്ചായിട്ട് ഞാൻ തീമെന്ന് ഇങ്ങോട്ട് ഇറക്കിയായിട്ട് ഔത്തെടുത്ത് കൊണ്ടുവച്ചിട്ടോ. ഞാൻ ചട്ടിൻ്റെ ചൂട് നിന്നായിട്ട് കുറച്ച് നേരം അങ്ങനെയും ബന്ധമുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ മുരിങ്ങൻ്റെ ഒരു ഒലത്തൽ ഇവിടെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഉണ്ടാക്കണമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് മീൻ വാങ്ങിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ആ മീൻ പൊരിച്ചുണ്ടാക്കണം കേട്ടോ. അങ്ങനെ ആ മീനിൽ നിന്ന് ഞാൻ മാത്രം കുറച്ച് മീൻ ഇങ്ങോട്ട് എടുത്തിട്ടോ. ഈ മീനാകുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞാൽ കാട്ടം കളയാനും നന്നാക്കാനും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ഇപ്പം പൊടി മുളമ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെളിച്ചെണ്ണയും പറഞ്ഞ് നല്ലോണം കുഴച്ചിട്ടോ മീനൊക്കെ. അങ്ങനെ ആ കായൊക്കെ എല്ലാ മീനുമേലും നല്ലോണം പൊടിച്ചേക്ക് ഇങ്ങോട്ട് കിട്ടണം കേട്ടോ നമുക്ക്. പിന്നെ നേരെ അടുപ്പത്തേക്ക് ചീഞ്ചട്ടി കയറ്റിയ ചേട്ടായി കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തിട്ടോ. അപ്പോഴത്തേനും ഒരു തൽക്കാലം അയച്ച് തിരിച്ച് കടലെടുത്തിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്. അപ്പോൾ ഞാൻ അയച്ച് തിരിച്ചെത്തിച്ചാൻ വേണ്ടി കുറച്ച് ഓലോടി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ നല്ലോണം ഇങ്ങോട്ട് പുകട്ട് ഉള്ളിലിട്ട് അടുപ്പിനൊക്കെ. ഓലോടിയൊക്കെ തണുത്തതായതുകൊണ്ട് കത്തി പിടിച്ചാൽ കുറച്ച് മനക്കടുണ്ട് കേട്ടോ. അങ്ങനെ ആ ചീഞ്ചട്ടിയും വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നപ്പോൾ നമ്മൾ കായം കൂട്ടി വെച്ചതിന് മീൻ നേരേക്ക് ചെരിഞ്ഞെടുത്തിട്ടോ. ഇങ്ങോട്ട് പിന്നെ തലങ്ങും പെരങ്ങും നല്ലോണം ഇളക്കി എടുത്തിട്ടോ. ഞാൻ മീൻ ആ വെളിച്ചെണ്ണ കിടന്നിട്ട് നല്ലോണം മൊരിഞ്ഞ് ഇങ്ങോട്ട് വരണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ ഇളക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മീൻ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടോ. അങ്ങനെ അടുപ്പത്ത് നിന്നാവും നേരെ എടുത്തായിട്ട് ഔത്ത് കൊണ്ടുവച്ചിട്ടോ. പിന്നെ നേരെ വിട്ടിട്ടോ അപ്പം എൻ്റെ ബായിൻ്റെ അടുത്ത് പോയിട്ട് അതിൽ നല്ലൊരു ഇല നോക്കിയിട്ട് വെട്ടി കൊണ്ടുവന്നിട്ടോ. പിന്നെ അടുപ്പത്തുള്ള ആ കണലിൽ വെച്ചായിട്ട് നല്ലോണം ബാട്ടി ഇങ്ങോട്ട് എടുത്തേ എല്ലാ സൈഡും നല്ലോണം ബാടി വരണം കേട്ടോ. അപ്പോഴേട്ടോ നമ്മൾ ചോറ് പൊതിയുമ്പോൾ ആ ഇല പൊട്ടാതെ കൊള്ളും. ഇത് കണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് നല്ലോണം ഒലിഞ്ഞ് കിട്ടിയേനെ കേട്ടോ. അങ്ങനെ തിരുമ്പിക്കുളി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ ചോറ് വിളമ്പലെടുത്തിട്ടോ. മുരിങ്ങൻ്റെ ഇല ഒലത്തിയതും മീനും ഒക്കെ ഉള്ളതുകൊണ്ട് 2-3 കയ്യിൽ ചോറ് വിളമ്പേന് കേട്ടോ. 4 എപ്പോഴാണ് തിന്നാന്നൊന്നും പൊടിയില്ല കേട്ടോ. ചിലപ്പോൾ നേരത്തെ തിന്നും, ചിലപ്പോൾ കുറേ നേരം പൊങ്കിയായിട്ടേ തിന്നുള്ളൂ കേട്ടോ. ആസ്പത്രിയിലായതുകൊണ്ട് ഒക്കെ ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് ഉണ്ടാവും കേട്ടോ. ചിലപ്പം ചോറൊക്കെ കേടുന്നായിട്ട് ഒഴിവാക്കലും ഉണ്ട് കേട്ടോ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ 2-3 വട്ടമൊക്കെ കജ്ജം കിട്ടും. ഒരട്ടം കഗ്ഗുമ്പോൾ അടുത്ത ആൾ വരും, അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകും. പിന്നെ അടുത്തട്ടം കഗ്ഗുമ്പോഴത്തിന് വേറെ ആൾ വരും, അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകും.
ഈ തോതിലാണ് കേട്ടോ നമ്മളെ കാര്യം. ഏതായിട്ടും മുരിങ്ങൻ്റെ ഇല മീനും ഒക്കെ നല്ലോണം വിളമ്പീന് കേട്ടോ. ഊറ്റത്തിൽ തന്നെ ഇട്ടോ എടുത്തതൊക്കെ. എപ്പോഴാണ് തിന്നാന്നൊന്നും പൊടിയില്ല കേട്ടോ. അങ്ങനെ ചോറും മുരിങ്ങൻ്റെ ഇലയും മീനും ഒക്കെ നല്ലോണം വിളമ്പിയായിട്ട് പിന്നെ ദാച്ചേക്ക് പൊതിഞ്ഞിട്ടോ. അങ്ങനെ നമ്മളെ പൊതിയലിൻ്റെ ഇടയിൽ വാഴൻ്റെ ഇല ചെറുതായിട്ടൊന്ന് പൊട്ടിട്ടോ. ഇങ്ങോട്ട് മീനൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തലാട്ടി നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇപ്പം ഇനി വേറെ വാഴൻ്റെ ഇല ബാട്ടിണ്ടാക്കാനൊന്നും ആവില്ല വിചാരിച്ചിട്ട് അതിൽ തന്നെ കെട്ടി പൊതിഞ്ഞുണ്ടാക്കിട്ടോ. എന്നിട്ട് ആ ഒരു കീസിലാക്കിയിട്ട് നല്ലോണം കെട്ടി ഭദ്രാക്കിയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടോ. പിന്നെ നേരെ എൻ്റെ ബാഗൊക്കെ എടുത്തായിട്ട് ബാഗിലാക്കിട്ടോ. ചോറ്റുംപൊതി ബാഗിലാക്കി പിന്നെ വണ്ടിമേ കയറി നേരെ ഇറങ്ങിട്ടോ. 6:30 ആയപ്പോഴത്തിന് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് 6:50 കറക്റ്റിന് പഞ്ച് ചെയ്തിട്ട് 7 ആയപ്പോഴത്തിന് പണിക്ക് ഇറങ്ങിട്ടോ. അങ്ങനെ പേഷ്യൻ്റൊക്കെ ഒതുങ്ങി തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴത്തിന് നേരെ 1:45 1:45 ഞങ്ങൾ ഓരോരുത്തരായിട്ട് ചോറൊന്നും അങ്ങനെ കയറലെടുത്തിട്ടോ. ഇപ്പം മഴക്കാലമായതുകൊണ്ട് എല്ലാവർക്കും ഓരോരോ കൊണക്കടാണ് കേട്ടോ. എന്നും തിരക്കന്നെ കേട്ടോ. ഇപ്പം ഏതായിട്ടും മുരിങ്ങൻ്റെ ഇലയിലും മീനിലും ചെറുതായിട്ടൊന്ന് ഇപ്പ് കൂടിന് കേട്ടോ. വേറെ തിരക്കടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചോറയിപ്പ് കഴിഞ്ഞ് പിന്നെയും പണിക്കിറങ്ങിട്ടോ.